ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദയെ വളരെ വളരെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഗൗതം ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോയത്. ഗൗതം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് നമ്മുടെ നന്ദ ശരിക്കും വിഷമിച്ചു കേട്ടോ. അപ്പോൾ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നന്ദ ആരും അല്ലാതായി പോയി എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് തന്നെ നന്ദയിലേക്ക് വരികയും ചെയ്തു. ആ ഒരു സമയത്താണ് എന്താ പറയുന്നത്, കഷ്ടകാലം എന്ന് പറയുന്നത് പോലെ പിങ്കിയിലേക്ക് പുഷ്പൻ്റെ വക ഒരു കോൾ എത്തുന്നതും അതുപോലെ തന്നെ ഒരു ചിന്ന വീട് നമ്മുടെ ഗൗതത്തിനുണ്ടെന്നുള്ള വിവരം അറിയുന്നതും. അതറിഞ്ഞതോടുകൂടി പിങ്കി വാലും പൊക്കി നേരെ നന്ദയുടെ അടുത്തേക്ക് ചെയ്യുന്നു. നന്ദ അത് കേട്ടപ്പോഴത്തേക്കും സമനില തെറ്റിയതുപോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരത്തിൽ ഗൗതം സാർ തന്നെ വഞ്ചിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഗൗതം തന്നെ വഞ്ചിക്കില്ല എന്ന് തർപ്പിച്ചു പറയുന്ന നമ്മുടെ നന്ദയുടെ മുന്നിൽ ഗൗതം നിന്നെ വഞ്ചിച്ചു എന്നും പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടവും പറയുന്ന രീതിയിൽ ഇതേ നമ്മുടെ പിങ്കി അങ്ങ് സമർത്ഥിച്ചു കഴിഞ്ഞു. നമ്മുടെ ഗൗതത്തിന് വേറെ ചിന്ന വീടുണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരത്തിന് ശേഷം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, അതായത് ആ ഒരു ഹോസ്പിറ്റലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുഷ്പൻ്റെ കയ്യിൽ നിന്ന് താൻ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ടായി പിങ്കി. അപ്പോൾ പിങ്കി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോകാതിരിക്കാൻ നിർവാഹമില്ലാതെ പോകാൻ തന്നെ തീരുമാനിച്ചു നന്ദയും. ഈ സമയത്ത് നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു പ്രവർത്തികളും അല്ലെങ്കിൽ ഇങ്ങനെ വന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇരു ചെവി അറിയാതെ. അങ്ങനെ ഗൗതം എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൗതമേട്ടൻ ഇത്രയും പെട്ടെന്ന് ഇതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനൊക്കെ കാരണം എന്താ, ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ തൻ്റേതായ രീതിയിൽ തിരയാനും അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കുമ്പോൾ അർജുൻ ഗൗതത്തിൻ്റെ പിന്നാലെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അർജുൻ ഗൗതത്തിൻ്റെ പിന്നാലെ പോകാൻ തന്നെ തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങുന്നു. ഈ സമയം കൊണ്ട് അവർ വീട്ടിലെ കള്ളം പറഞ്ഞ് 2 പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കുക, പിങ്കിയും നന്ദയും കൂടി. ആ സമയത്താണ് നമ്മുടെ ഗൗതം ഹോസ്പിറ്റലിൽ എത്തുന്നതും അതുപോലെ തന്നെ അഭിരാമിയുമായിട്ട് സംസാരിക്കുന്നതും അഭിരാമിയുമായി സംസാരിച്ച് പോലീസുകാർ വന്നതിനെ പറ്റിയും പിന്നീട് നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ ഡോക്ടറോട് താൻ ഡിസ്ചാർജ് ചോദിച്ചു, ഡിസ്ചാർജ് തരുന്ന കാര്യത്തെപ്പറ്റി ഡോക്ടറൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അഭിരാമിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനാണ്. പക്ഷേ എന്ത് വന്നാലും താൻ ഏറ്റോളാം എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഗൗതം നമ്മുടെ ഡോക്ടറോട് അഭിരാമിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസ്ചാർജ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അഭിരാമിക്ക് എന്ത് സംഭവിച്ചാലും അത് ഗൗതത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമായി മാറുന്നു. അങ്ങനെ ഗൗതവും അതുപോലെ നമ്മുടെ അഭിരാമിയും കൂടി ഡോക്ടർ ചെന്ന് കാണുന്നു. ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, എനിക്കിതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, താൻ പറഞ്ഞതുകൊണ്ട് മാത്രം, തൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇപ്പം തനിക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോകാനൊരു അവസരം ഞാൻ തരുന്നത്. നാളെ ഇത് എനിക്കൊരു വിനയായിട്ട് വരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും വരില്ല സാർ, ഞാനാണ് സാറിന് ഉറപ്പ് തരുന്നത്, ഒരിക്കലും ഇതിൻ്റെ പേരിൽ സാറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഗൗതം ഉറപ്പ് കൊടുക്കുക. അങ്ങനെ ഗൗതം ഉറപ്പ് കൊടുത്തിട്ട് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ഗൗതം അഭിരാമിയുമായിട്ട് സംസാരിക്കുന്നത്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്നും പറഞ്ഞു. അപ്പോൾ ഇരു ചെവി അറിയാതെ ഇവിടെ നിന്ന് പോകണം, അപ്പോൾ എല്ലാം സേഫ് ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്തായാലും നമ്മുടെ ഗൗതം അഭിരാമിയെ കൊണ്ടുപോകാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഡിസ്ചാർജ് മേടിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കുക. ഈ സമയത്താണ് നന്ദയും പിങ്കിയും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അവർ 2 പേരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ഒരു നീക്കം അവിടെയൊക്കെ അന്വേഷണം നടത്തി. പക്ഷേ ഇങ്ങനെ 2 പേരെ കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവർക്കാണ് ടെൻഷൻ കൂടി വരും, പ്രത്യേകിച്ച് നന്ദയ്ക്ക്. വേഗം ഇവർ അവിടെ റിസപ്ഷനിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ഈ അഭിരാമിയുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അഭിരാമി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവരോടൊന്നും വിട്ടു പറയാനായിട്ട് ആ റിസപ്ഷനിസ്റ്റ് തയ്യാറായില്ല. ആ പെൺകുട്ടിയാണെങ്കിൽ ഒന്നും പറയാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്കും നന്ദയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം എന്തോ മറച്ച് പിടിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അതിന് മുമ്പായിട്ട് നന്ദ പിങ്കിയോട് ചോദിച്ചു, ഈ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ അല്ലേ, നീ അറിഞ്ഞത് ശരിയാണല്ലോ അല്ലേ എന്ന്. ഞാൻ അറിഞ്ഞത് 100% ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി നന്ദയോട് ചുമ്മാ ചൂടാകുക. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഈ പെങ്കൊച്ച് ഇത് കൊടുക്കാതെ വന്നപ്പോഴത്തേക്കും മര്യാദയ്ക്ക് തരുന്നതാണ് നല്ലത്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പിങ്കി പറയുമ്പം, നീ ഇപ്പം ഞങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി പറയുകയും അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ച ആ ഒരു ഞങ്ങൾക്ക് തരാതിരിക്കുകയും ചെയ്താൽ കുറച്ച് കഴിയുമ്പം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് പോലീസായിരിക്കും, അത് വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ പാവം പെങ്കൊച്ച് പേടിച്ചിട്ട് ഈ ഒരു പേപ്പർ അങ്ങ് എടുത്തു കൊടുത്തു. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയുള്ള പേപ്പർ. അപ്പോൾ ആ പേപ്പർ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്കും നന്ദയ്ക്കും ടെൻഷൻ കൂടി. വേഗം തന്നെ ഇവരിങ്ങനെ വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അഭിരാമിയുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഭർത്താവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ഗൗതത്തിൻ്റെ പേര്. അപ്പോൾ ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് ഈ ഗൗതമിൻ്റെ പേര് കണ്ടപ്പോഴത്തേക്കും ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം നിനക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദയോട് ചൂടാകുക പിങ്കി.
പിന്നെ നന്ദ ഒരു നിമിഷത്തേക്ക് എന്താ പറയുന്നത് തളർന്നു ഇങ്ങനെ തകർന്ന് ഇങ്ങനെ നിൽക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ഗൗതവും അതുപോലെ പിങ്കിയും അഭിരാമിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി പിങ്കിയും നന്ദയും ഈ പേപ്പർ തുണ്ടും കൈ പിടിച്ച് അതിലായി ഓട്ടമാണ്. നമ്മുടെ ഗൗതത്തിൻ്റെ കഷ്ടകാലം എന്ന് പറയാലോ. നന്ദയാണെങ്കിൽ ഗൗതത്തിനെ കണ്ടു. അപ്പോൾ അഭിരാമിയെ കൊണ്ടത് വണ്ടിയിൽ കയറ്റി ബാക്കി കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി കയറിയതായിരുന്നു ഗൗതത്തിനെ നന്ദ കണ്ടു. പിന്നെ അവിടെ വെച്ച് താലിയൂരലായി എറിയലായി. ഈ താലി ഇനി സാറിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന ഗൗതം തറപ്പിച്ച് പറഞ്ഞിട്ട് നന്ദ അത് കേൾക്കുന്നില്ല. അപ്പോൾ സാറിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് സാറ് പറയുന്നു. പക്ഷെ അത് തെളിവ് സഹിതം എൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താതെ സാറ് കെട്ടി ഈ താലി ഇനി ഞാൻ കഴുത്തിൽ അണിയില്ലെന്നും പറഞ്ഞാൽ താലി എടുത്തിങ്ങനെ പിടിച്ച് ഗൗതത്തിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് അങ്ങ് പോരുക. പിന്നെ അവിടെ ഒരു ഭൂകമ്പം തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ തൻ്റെ ജീവിതം തകർന്നു. തൻ്റെ ഭാര്യ തന്നെ വിശ്വസിക്കുന്നില്ല. എങ്കിലും അതിലൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ഗൗതത്തിന്. ഗൗതം എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? വേഗം തന്നെ അഭിരാമിയെ സേഫായിട്ട് ഒരിടത്തേക്ക് എത്തിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ഇതൊന്നും അഭിരാമിയോട് പറഞ്ഞിട്ടില്ല. വണ്ടിയിൽ കയറി അവരവിടെ നിന്ന് പോവുക. ഇവരെവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടുന്ന് നമ്മുടെ അർജുൻ ഗൗതത്തിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല അതുപോലൊരു ട്വിസ്റ്റ്. എന്തായാലും നമ്മുടെ ഗൗതവും അതുപോലെ അഭിരാമിയും കൂടി വണ്ടിയിൽ സേഫായ ഒരു സ്ഥലത്തേക്ക് വെച്ച് പിടിക്കുന്ന സമയത്ത് ബുള്ളറ്റിൽ ആരും അറിയാതെ നമ്മുടെ അർജുൻ ആർക്കും പിടി കൊടുക്കാതെ ഹെൽമെറ്റൊക്കെ വെച്ച് ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ ഗൗതത്തിനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇവരെങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, ആരാണ് കൂടെയുള്ളത്, ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ അർജുൻ നടത്തുന്നത്. ഏതായാലും CID പണി എന്നുള്ള രീതിയിൽ നമ്മുടെ അർജുൻ ഗൗതത്തിൻ്റെ പിന്നാലെ പോകുന്നു സത്യം കണ്ടുപിടിക്കാനായിട്ട്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ആ സത്യം അറിഞ്ഞിട്ട് തളർന്നിരിക്കുന്ന നന്ദയെ വീട്ടിലെത്തിക്കണമല്ലോ പിങ്കിക്ക്. പിങ്കിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം ഗൗതത്തിനോടുള്ള ദേഷ്യം, പിന്നെ നന്ദയെ വീട്ടിലെത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, ഇതെല്ലാം കൂടി പുള്ളിക്കാരിയുടെ തലയിലേക്ക് അങ്ങായി. പിന്നെ പുള്ളിക്കാരിയാണെങ്കിൽ ഈ പറച്ചിലും ഉണ്ട്, അതിനോടൊപ്പം തന്നെ നന്ദയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളും എല്ലാം നടത്തുന്നു. ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ അർജുൻ തന്നെ ഫോളോ ചെയ്യുന്നതൊന്നും അറിയാതെ നമ്മുടെ ഗൗതം ഇങ്ങനെ പോകും. അപ്പോൾ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന സമയത്തും ടെൻഷനാണ് ഗൗതത്തിൻ്റെ ആ ഒരു പെരുമാറ്റവും രീതികളൊക്കെ കണ്ടപ്പോൾ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി നമ്മുടെ അഭിരാമിക്ക്. അഭിരാമി ചോദിക്കുന്നുണ്ട്, എന്താ ഗൗതം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തൻ്റെ മുഖത്ത് ആകെ ടെൻഷനാണല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഗൗതത്തിൻ്റെ മുഖത്ത് അഭിരാമിക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരത്തിലും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ അഭിരാമിക്ക് തോന്നുന്നുണ്ട്. അതിനനുസരിച്ച് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഈ ടെൻഷനെല്ലാം കൂടെ തലമണ്ടയിലേക്ക് അരച്ച് കയറിയിട്ട് നമ്മുടെ ഗൗതം വണ്ടി ഭയങ്കര ഓവർ സ്പീഡിലാണ് പോകുന്നത്. അഭിരാമിക്കാണെങ്കിൽ ടെൻഷനും ആകുന്നുണ്ട്. ഗൗതം പോകുന്നതനുസരിച്ച് അർജുൻ പിന്നാലെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്.